ഇത് ഞങ്ങളുടെ നാട്ടിലെ സംഭവിച്ച കഥയാണ്. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ വന്നത്. പടം കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. ഭയങ്കര വിഷമമാണ്. ഭയങ്കര ഇമോഷണലായി. ഫണ്ടാസ്റ്റിക് മൂവി. ആരി സെൽവരാജിന്റെ ഇനിയൊന്നും വാക്കുകളില്ല. അവരുടെ ജീവിത കഥയാണ്. പുള്ളി ആ എഴുതി കാണിച്ചതൊക്കെ എനിക്ക് തമിഴ് അറിയാം, വായിക്കാൻ പറ്റി. പുള്ളിയുടെ റിലേറ്റീവ്സ് തന്നെയാണ് മരിച്ചത്. സൂപ്പർ സിനിമ. നെഞ്ചിലൊരു ഭാരം കയറി ഇറങ്ങി. ഒന്നും ഒരു തെറ്റും പറയാനില്ല. കുട്ടികളിൽ നല്ല അഭിനയമായിരുന്നു. നന്നായിരുന്നു, നല്ല പടമായിരുന്നു. നല്ല പടാ, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. നൈസ് മൂവി. അടിപൊളിയാണ്, അടിപൊളി. ഞാൻ കരഞ്ഞുപോയി. വേറെ ലെവൽ സിനിമ അമേസിംഗ്. നൈസ് മൂവിയാ. നല്ല പടം, ഗംഭീരമാണ്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകേണ്ട ഒരു സിനിമയാണ്. ചിൽഡ്രൻസ് ഓഫ് ഹെവൻ പോലെയൊക്കെയുള്ള ഒരു മനോഹരമായ സിനിമ. ആരി സെൽവരാജിന്റെ സിനിമകൾ നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന, പരിയർ പെരുമാൾ മുതൽ ഫോളോ ചെയ്യുന്ന. ശരിക്കും അന്ന് പരിയർ പെരുമാൾ റിലീസാകുമ്പോൾ കേരളത്തിൽ റിലീസില്ലായിരുന്നു. ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം കോയമ്പത്തൂർ പോയി ഞാൻ സിനിമ കണ്ടവനാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള റൈറ്റപ്പുകൾ അറിഞ്ഞിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ മാരിയുടെ എല്ലാ പടങ്ങളും ഫോളോ ചെയ്യുന്ന ആളാണ്. അവരുടെ ശരിക്കും ഇതൊരു എന്താ പറയുക, ലോകം മൊത്തമുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. മാരിയുടെ ഒരു പിന്നെ ബാല്യകാല അനുഭവം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല. മാരി സെൽവരാജ് ഒരു ഗംഭീര രക്ഷയാണ്.